ഇതിഹാസ താരമായ നെയ്മർ ജൂനിയർ തൻ്റെ സൗദി അറേബ്യൻ ക്ലബ്ബിലെ കരാർ അവസാനിപ്പിച്ചുകൊണ്ട് തൻ്റെ ബാല്യകാല ക്ലബ്ബായ സാൻഡോസ് എഫ്.സിയിലേക്ക് കൂടുമാറിയിരിക്കുന്നു. ഈ സീസണിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്നു നെയ്മർ ജൂനിയറിൻ്റെ തന്നെ താനാക്കി മാറ്റിയ ആ ക്ലബ്ബിലേക്കുള്ള തിരിച്ചുവരവ്. ഇപ്പോഴത്തെ സാൻഡോസ് എഫ്.സിയുടെ കോച്ചായ പെഡ്രോ കാക്സീന കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് അദ്ദേഹത്തോടൊരു ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു: നെയ്മർ ജൂനിയർ വിരമിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വേൾഡ് കപ്പ് നേടാൻ സാധിക്കുമോ എന്നുള്ളത്. നെയ്മർ ജൂനിയറിന് വേൾഡ് കപ്പ് നേടാൻ തീർച്ചയായും സാധിക്കും. പക്ഷേ അതിന് ബ്രസീൽ എന്ന ടീം മുഴുവനായി അതിനുവേണ്ടി പരിശ്രമിക്കണം. നെയ്മർ മാത്രം വിചാരിച്ചാൽ അത് നടക്കില്ല. ഞാൻ ഉദാഹരണമായി ഒരു കാര്യം പറയാം. നിങ്ങൾ അവസാനത്തെ വേൾഡ് ചാമ്പ്യനെ നോക്കൂ. അർജൻറ്റീന എന്ന നാഷണൽ ടീം അവരുടെ ഒരേ ഒരു ലക്ഷ്യം ലയണൽ മെസ്സിയെ വേൾഡ് ചാമ്പ്യനാക്കുക എന്നതായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ആ രാജ്യം മുഴുവനും, അല്ലെങ്കിൽ അർജൻറ്റീന ആരാധകർ മുഴുവനും, ആ ടീം മുഴുവനും അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അർജൻറ്റീന വേൾഡ് കപ്പ് നേടണമെന്നതായിരുന്നില്ല. അർജൻറ്റീനയുടെ ഇതിഹാസ താരമായ ലയണൽ മെസ്സി വേൾഡ് ചാമ്പ്യൻ ആവണമെന്നതായിരുന്നു അവരുടെ ആഗ്രഹം. ആ ആഗ്രഹം നിറവേറ്റാൻ മാത്രമായിരുന്നു അവർ ഖത്തറിൽ പന്ത് തട്ടിയത്. എന്തുകൊണ്ട് നമുക്കും അങ്ങനെയായിക്കൂടാ? നമ്മൾ ഒരുമിച്ച് വിചാരിച്ചാൽ എന്തുകൊണ്ടും നമ്മൾക്ക് നെയ്മറെ വേൾഡ് ചാമ്പ്യനാക്കാൻ സാധിക്കും. അർജൻറ്റീന നാഷണൽ ടീമും ആരാധകരും ലയണൽ മെസ്സിക്ക് വേണ്ടി എന്താണോ ചെയ്തത്, അതുതന്നെ നെയ്മർ ജൂനിയറിന് വേണ്ടി ഇവിടുത്തെ ആരാധകരും ഈ ടീമും ഒന്നടങ്കം കൈകോർക്കണം. എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നെയ്മറെ വേൾഡ് ചാമ്പ്യനാക്കാൻ സാധിക്കും.